ഇതിലും എളുപ്പത്തിൽ ഞാൻ എങ്ങനെയാ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി പറഞ്ഞുതരിക? ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കോൺഫ്ലവർ, വിനാഗിരി, അതേപോലെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസിലേക്ക് മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചിക്കൻ വറുത്തെടുക്കുക. ചിക്കൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് കൊണ്ടാട്ടമുളകും കരിവേപ്പിലും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് മാറ്റി വെക്കുക. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുക. അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ക്രഷ്ഡ് ചില്ലി അഥവാ ചതച്ച മുളകില്ലേ അത് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഇനി ചെറുതാക്കി അരിഞ്ഞു വെച്ച സവാള, പച്ചമുളകും കരിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളിയുടെ പ്യൂരോ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളിയോ ആഡ് ചെയ്യുക. തക്കാളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചിക്കനില്ലേ അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കറിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒന്ന് കുറുകി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്യുക. മൂപ്പിച്ച് വെച്ചിട്ടുള്ള കൊണ്ടാട്ടമുളകും കരിവേപ്പിലും മധുരത്തിന് ആവശ്യമുണ്ടെങ്കിൽ ടൊമാറ്റോ സോസും ഈ സമയത്ത് ആഡ് ചെയ്യുക. കറി ഇനി കുറച്ച് നേരത്തേക്ക് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്താൽ മാത്രം മതി.